നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നും ദിവ്യ. കളക്ടറുടെ മൊഴിയിൽ സംശയമെന്ന നവീൻ ബാബുവിന്റെ കുടുംബം. വിധി പറയുക തലശ്ശേരി സെഷൻസ് കോടതി. PP ദിവ്യക്കെതിരെ CPMന്റെ നടപടി. എല്ലാ പാർട്ടി പദവികളിൽ നിന്നും ദിവ്യയെ മാറ്റാൻ ശുപാർശ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന സമിതി അംഗീകരിച്ചാൽ ദിവ്യ ബ്രാഞ്ച് അംഗം മാത്രമാകും. തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാരെ കാണാതായതിൽ അന്വേഷണം. ഡെപ്യൂട്ടി തഹസിൽദാർ ചാല് PB യാണ് കാണാതായത്. ബുധനാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായിരിക്കുന്നത്. മടങ്ങിയെത്താൻ വൈകുമെന്ന് വീട്ടുകാരെ അറിയിച്ച ശേഷമാണ് കാണാതായത്. മുനമ്പത്തെ തർക്കഭൂമി വഖഫിന്റേതല്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ന്യൂസ് 18. 74 വർഷം മുമ്പ് നടന്ന ഭൂമി കൈമാറ്റം വഖഫായിട്ടല്ല, ഇഷ്ടദാനം വഴിയാണെന്ന് ഈ രേഖകളിൽ നിന്നും വ്യക്തം. ഇതോടെ പൊളിയുന്നത് ഒരു ജനതയെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി ഭൂമിക്ക് അവകാശം ഉന്നയിക്കുന്ന വഖഫ് ബോർഡിന്റെ വാദങ്ങൾ. മുനമ്പം സമരം ശക്തമാകുന്നു. ഇന്ന് കൂടുതൽ പേർ സമരപ്പന്തലിലേക്ക് എത്തും. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സമരം നടക്കും. പാലക്കാട് രൂപത മെത്രാനും ഇന്ന് സമരക്കാർക്ക് പിന്തുണയുമായി എത്തും. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാനിടയായത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ മേഘശ്രീ. കൽപ്പറ്റ MLAക്ക് പുറമെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടതാണ്. ആവശ്യമെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്താം. ലഭ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP അധ്യക്ഷൻ K സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ കാസർഗോഡ് സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സുരേന്ദ്രനടക്കം 6 പേരെ വെറുതെ വിട്ട ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. സാക്ഷിയായ സുന്ദരയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നും വിശ്വസനീയമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കാസർഗോഡ് കോടതി K സുരേന്ദ്രനെ അടക്കം വെറുതെ വിട്ടത്. എന്നാൽ അധികാരപരിധി ലംഘിക്കുന്ന ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നാണ് സർക്കാരിന്റെ നിലപാട്. രാഷ്ട്രീയ ആരോപണങ്ങൾ തുടരുമ്പോഴും പാലക്കാട് കള്ളപ്പണ വിവാദത്തിൽ കേസെടുക്കാതെ പോലീസ്. ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പുറത്തുവിടുന്ന CCTV ദൃശ്യങ്ങളിലെ അസ്വാഭാവികത അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിവാദത്തിൽ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് നൽകും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോഴിക്കോട് യാത്രയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതായി സൂചന. ഇന്നലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. നീല ബാഗ് കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറിയിരുന്നില്ല. KPM ഹോട്ടലിൽ നിന്ന് രാഹുൽ പോയത് മറ്റൊരു വാഹനത്തിൽ. വടകരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷാഫി പറമ്പിൽ MP-ക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും CPM BJP കൂട്ടുകെട്ട് കള്ളപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. 5 വിളക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ചേലക്കരയിലും വയനാട്ടിലും വോട്ടെടുപ്പിന് ഇനി വെറും 5 നാൾ. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ചേലക്കരയിൽ സർവ്വസന്നാഹങ്ങളും പുറത്തെടുക്കുകയാണ് മുന്നണികൾ. KPCC അധ്യക്ഷൻ K സുധാകരൻ, BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ തുടങ്ങിയവർ മണ്ഡലത്തിലുണ്ട്. P രാജീവ്, VN വാസവൻ, സജി ചെറിയാൻ, PA മുഹമ്മദ് റിയാസ്, R ബിന്ദു തുടങ്ങിയ മന്ത്രിമാരും വോട്ട് തേടാൻ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. വോട്ടെടുപ്പ് ദിവസമായ നവംബർ 13-ന് ചേലക്കര നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേതനത്തോടുകൂടിയുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു. പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് തേടി കോൺഗ്രസ് ദേശീയ നേതാവ് സച്ചിൻ പൈലറ്റ് ഇന്ന് വയനാട്ടിൽ. ലോയേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ നടക്കുന്ന സെമിനാറിൽ സച്ചിൻ പൈലറ്റ് പങ്കെടുക്കും. വെള്ളമുണ്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും സച്ചിൻ പൈലറ്റ് സംസാരിക്കും. പ്രിയങ്ക ഗാന്ധി ഞായറാഴ്ച വയനാട്ടിലെത്തും. 11-ന് നടക്കുന്ന കലാശക്കൂട്ടിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും.
വയനാട്ടിൽ പ്രചാരണം ശക്തമാക്കി ഇടതുമുന്നണി. സത്യൻ മൊകേരിയുടെ വാഹന പ്രചാരണം ഇന്ന് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ. വയനാട്ടിൽ 2014 സമാന സാഹചര്യമാണെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. LDFും UDFും സമനിരപ്പിലാണ്. ഇത്തവണ ജയം LDFിന് ഒപ്പമാകുമെന്നും സത്യൻ മൊകേരി. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി V മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇന്ന് മണ്ഡലത്തിൽ. വയനാട്ടിൽ പ്രിയങ്ക ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണത്തിൽ പോലും വലിയ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന് നവ്യ ഹരിദാസ്. കുടുംബവാഴ്ചയാണ് പ്രധാനമെങ്കിൽ പ്രിയങ്ക നല്ല സ്ഥാനാർത്ഥിയാകുമെന്നും ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കുകയാണ് വേണ്ടതെങ്കിൽ NDAക്ക് തന്നെയാണ് മേൽക്കൈയെന്നും നവ്യ. തർക്കം നിലനിൽക്കുന്ന പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവുകൾ നടപ്പാക്കാത്തതിൽ സർക്കാരിനെതിരെ എടുത്ത കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മധ്യമേഖലാ പോലീസ് IG, ജില്ലാ കളക്ടർമാർ എന്നിവർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. യാക്കോബായ സഭയുടെ കൈവശമായിരുന്ന പള്ളികൾ സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് പക്ഷത്തിന് കൈമാറണമെന്ന് സുപ്രീം കോടതി അടക്കം ഉത്തരവിട്ടിരുന്നു. എന്നാൽ വിശ്വാസികളുടെ ചെറുത്തുനിൽപ്പ് കാരണം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനികൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. 50ഓളം ഫാക്ടറികൾക്കെതിരെയാണ് അന്വേഷണം. വിവിധ നിയമലംഘനങ്ങൾ അന്വേഷിക്കണം. സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. ചികിത്സ തേടിയ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ദേഹത്ത് ഇഞ്ചക്ഷനായി 20 തവണയിലേറെ കുത്തിയെന്ന് ബന്ധുക്കൾ. ചോദ്യം ചെയ്തപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും അമ്മയുടെ വാക്കുകൾ. പരാതിയുമായി സൗത്ത് പോലീസിനെ സമീപിച്ചെങ്കിലും ആശുപത്രിയെ ന്യായീകരിക്കുന്നതായിരുന്നു സമീപനമെന്നാണ് ആക്ഷേപം. പോലീസ് കൈക്കുഞ്ഞുമായി ചികിത്സയിലിരിക്കുന്ന നിഖിതയുടെ ഫോൺ കൈക്കലാക്കിയെന്നും തർക്കമായപ്പോൾ തിരികെ നൽകിയെന്നുമാണ് ആരോപണം. ദേശീയ വാർത്തകൾ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവിയിൽ സുപ്രീം കോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള 7-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. ന്യൂനപക്ഷ പദവി റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് വിധി. ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷ പദവിക്ക് അർഹതയുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ സുപ്രീം കോടതിയിലെ അവസാന പ്രവൃത്തി ദിനം ഇന്ന്. ഞായറാഴ്ചയാണ് കാലാവധി അവസാനിക്കുക. സുപ്രീം കോടതിയിൽ വൈകിട്ട് ജഡ്ജിമാരും അഭിഭാഷകരും യാത്രയയപ്പ് നൽകും. സ്വകാര്യത മൗലികാവകാശമാക്കിയ വിധി സ്വർഗരതി ക്രിമിനൽ കുറ്റമല്ല, പട്ടികജാതി ഉപസംവരണമാകാം തുടങ്ങിയ വിധികൾ പുറപ്പെടുവിച്ച ബെഞ്ചുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം വസതിയിൽ ഗണപതി പൂജ നടത്തിയതും ബാബറി മസ്ജിദ് കേസിൽ വിധി എഴുതാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന പരാമർശവും വിമർശനത്തിന് ഇടയാക്കി. ബിസിനസ് വാർത്ത. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 2019 ഏപ്രിലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജെറ്റ് എയർവേസിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യത അവസാനിച്ചു. ജെറ്റ് എയർവേസിന്റെ ആസ്തികൾ വിറ്റ് പണമാക്കാൻ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയടങ്ങിയ വായ്പാദാതാക്കളുടെ കൺസോർഷ്യത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വിദേശത്ത് നിന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ വ്യവസ്ഥകൾ കർശനമാക്കി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. ഇറക്കുമതി ദിവസം മുതൽ കുറഞ്ഞത് 6 മാസമെങ്കിലും ഉപയോഗ കാലാവധി ഉണ്ടായിരിക്കണം. ഹെക്സാക്ലോറോഫിൻ തുടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. മൃഗങ്ങളിൽ പരീക്ഷിച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പാടില്ല തുടങ്ങിയ നിബന്ധനകളാണ് പുതിയ സർക്കുലർ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.